ഹലോ ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാനാണോ നിങ്ങൾ? ഇവിടെ ഒരു മാസ് ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. എവിക്റ്റഡ് ആയ കണ്ടസ്റ്റൻസ് വീണ്ടും ഹൗസിലേക്ക് കയറി. ആ റീ എൻട്രിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ്, ബിഗ് ബോസ് ഹൗസിലിപ്പോൾ ടെൻഷൻ ഫുൾ അറ്റ്മോസ്ഫിയറാണ്. പുറത്തു പോയവരിൽ നിന്നും ചില കണ്ടസ്റ്റൻസ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പാനി ശരത്ത്, സരിക KB, ഇതൊക്കെ ആണ് ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്ത റീ എൻട്രി ഫേസസ്. ഏറിയ മൊമെൻ്റ് സൂപ്പർ ഇമോഷണൽ ആയിരുന്നു. പക്ഷേ ചില കണ്ടസ്റ്റൻസിന് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി, ചിലവർക്കാണെങ്കിൽ ഭയങ്കര ഷോക്കായി. പക്ഷേ ഇവർ വന്നപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓൾഡ് ഫൈറ്റ്സ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം എല്ലാവർക്കും ഓർമ്മ വന്നു. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. പക്ഷേ കുറച്ച് പേര് അവർ ഫുള്ള് ട്രിഗർ ചെയ്യാൻ വേണ്ടി വന്നതുപോലെ എനിക്ക് ബിഗ് ബോസ് കണ്ടപ്പോൾ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? ഇതിൽ എടുത്തു പറയേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ശൈത്യയാണ്. ശൈത്യ റീ എൻട്രി വന്നിട്ട് നല്ല രീതിക്ക് അനുവിനിട്ട് പണിയുന്നുണ്ട്. ശരിക്കും ഒരു കട്ടപ്പ ചെയ്യുന്ന ജോലി തന്നെയല്ലേ ശൈത്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുറത്ത് വന്നപ്പോൾ കുറേ നെഗറ്റീവ് ഇതൊക്കെ ഉണ്ട്. അതിപ്പം മാറ്റാൻ വേണ്ടിയിട്ടാണ് ശൈത്യ ബിഗ് ബോസിൽ പോയിട്ട്. പക്ഷേ ഇപ്പം എന്താ, പുള്ളിക്കാരിക്ക് നല്ല പേരല്ല, ഒന്നുകൂടെ മോശമായതല്ലാതെ പുള്ളിക്കാരി കാരണം, അതായത് ശൈത്യ കാരണം ഇപ്പം അനുവിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു 30% വോട്ടുകൂടെ കൂടിയിട്ടുണ്ട്. എങ്ങനെ പോയാലും അനു ആണ് ജയിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പം വ്യൂവേഴ്സ് പറയുന്നത് എന്താണ്, ഈ സീസൺ ഫുൾ ഓഫ് സർപ്രൈസ് ആണെന്നാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പറയുന്നത് ഇത് ജസ്റ്റ് ഫൺ വീക്ക് അല്ല എന്ന്, ബിഗ് ബോസ് ഫുള്ള് സ്ട്രാറ്റജി ആണെന്നാണ്. ഇപ്പം ക്വസ്റ്റ്യൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ജിസയിൽ ഈ റീ എൻട്രി ലിസ്റ്റിലില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാനുണ്ടോ? എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് ജിസയിൽ റീ എൻട്രി ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളത്. അതിനെപ്പറ്റി റീ എൻട്രി ബിഗ് ബോസ് ഹൗസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഏത് കണ്ടസ്റ്റൻറ്റിനെയാണ് നിങ്ങൾക്ക് റീ എൻട്രിയിൽ ഇഷ്ടപ്പെട്ടത്? കമൻറ്റിൽ എഴുതിയിട്ട് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. ഞാൻ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് റെഗുലറായി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ബൈ.